വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈറലായിട്ട് നിൽക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും ലൈവായിട്ട് കാണിക്കാന്നുള്ളത്. അപ്പോൾ നമ്മുടെ പാക്ക് വന്നിട്ട് വേറൊന്നുമല്ല, ഈ ഒരു പാക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഡോക്ടർ മനോജ് ജോൺസൺ സാറാണ് കേട്ടോ. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ഈ ഒരു പാക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബെല്ലവും അതുപോലെ തന്നെ പശുമ്പാലും യൂസ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം കാണുന്നവരുടെ എൻ്റെ പേര് സാനിയ എന്നാണ്. എൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടോക്കാം കേട്ടോ. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പശുമ്പാലാണ് കേട്ടോ. അതും റോ മിൽക്ക് എടുക്കാനായിട്ട് നോക്കുക, തിളപ്പിക്കാത്ത പാല്. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് ശർക്കരയാണ് കേട്ടോ, അതല്ലെങ്കിൽ ബെല്ലം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടും മാത്രം മതി കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ക്വാണ്ടിറ്റി എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫേസിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/2 ഗ്ലാസ് പാലും പിന്നെ 1 ടേബിൾ സ്പൂണോളം പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ ശർക്കര നന്നായിട്ടൊന്ന് ആ പാലുമായിട്ട് മെൽറ്റ് ആവുന്നോളം വരെ നമുക്കിത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ശർക്കര ഒന്ന് പൊടിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്, അതല്ലെങ്കിൽ മെൽറ്റ് ആവാനായിട്ട് കുറേ ടൈം എടുക്കും. ഇതാകുമ്പോൾ വേഗം നമുക്ക് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു തിള വരുമ്പോഴേക്കും നമുക്കത് ഈ ഒരു പാലിങ്ങനെ നമ്മൾ മോശം പാലൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോയില്ലേ, ആ ഒരു രീതിയിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പാല് കേടായി പോയിന്ന്. പക്ഷെ അങ്ങനെ കേടായി പോയതല്ല, അത് എന്താണെന്നറിയില്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ഫസ്റ്റ് ആക്കിയപ്പം, അതായത് ഇതിന് മുൻപ് ഞാനൊന്ന് ചെയ്തപ്പോൾ പാല് ഇതുപോലെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനെടുത്ത പാല് മോശമായിന്ന്. എന്നിട്ട് ഞാൻ രണ്ടാമതാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ രണ്ടാമതാക്കിയപ്പോഴും ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പം മനസ്സിലായി അത് അങ്ങനെ തന്നെ ആവുന്നതാണെന്നുള്ളത്. നന്നായിട്ട് നമ്മുടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. അന്നേരം ഇതുപോലെ കിട്ടും. ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പാക്കാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. ഇത്രയ്ക്കും ഒന്ന് കുറുകി എടുത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ട നന്നായിട്ടൊന്ന് ചൂടാറ്റിയെടുക്കണം. ചൂടാറാണ്ട് നമ്മൾ അപ്ലൈ ചെയ്യരുത് കേട്ടോ, നന്നായിട്ട് പൊള്ളും. അപ്പം നമുക്ക് ഇത് ഞാൻ ചൂടാറ്റിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഫേസിൽ ഇരിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു പിരിവിരുത്തായിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു പാല് പിരിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും, ആ ഒരു അവസ്ഥയിലാണല്ലോ ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നില്ല കേട്ടോ, ഇളകി ചാടുവാണ്. അപ്പം ഞാൻ ഒന്ന് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ നോക്കുക. അതല്ല നമ്മൾ സാധാരണ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ജെൻറ്റിലായിട്ടൊന്ന് അപ്ലൈ ചെയ്യില്ലേ, അതുപോലെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കിത് ഇരിക്കത്തില്ല, ഇതിങ്ങനെ ഇളകി വരും. അപ്പോൾ ഇച്ചിരി നമ്മൾ ക്വാണ്ടിറ്റി എടുത്ത് തേക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് തേക്കുവാണെങ്കിൽ ഇത് അവിടെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഫേസ് മുഴുവനായിട്ടൊന്ന് തേച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഫേസ് മുഴുവനായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നേരം വെക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് തുടച്ച് കളയുവാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു നല്ലൊരു ഗ്ലോ പോലെ ഫീൽ ചെയ്തു കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഫേസ് സാധാരണ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള റിസൾട്ട്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല രീതിക്ക് ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചിലപ്പോൾ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്കിന്ന്. അത് തൊടുമ്പോഴേ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പാലാണല്ലോ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നും ബ്രൈറ്റൻ ആക്കാനും അതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പാല് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്തായാലും നല്ല ഹെൽപ്പാവും. അപ്പോൾ ഈ കണ്ടതാണ് കേട്ടോ നമ്മുടെ റിസൾട്ട് വന്നിട്ട്. എനിക്ക് പറയാനുള്ളത് സ്കിൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഭയങ്കര നമുക്കതൊന്ന് തൊടുമ്പോൾ തന്നെ നമുക്കത് ആ ഒരു ഫീല് കിട്ടും. നമുക്ക് നന്നായിട്ട് സ്കിൻ ഒന്ന് സോഫ്റ്റും സ്മൂത്തും ആയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഒരു ബ്രൈറ്റ്നസ്സും വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് യൂസ് ചെയ്യണം, ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തതിന് മുൻപ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്.
ഉപയോഗിക്കുന്നത്. കാരണം സ്കിന്ന് നന്നായിട്ടൊന്ന് എന്താ സോഫ്റ്റ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കയ്യിലും കാലിലും എല്ലാം യൂസ് ആക്കാം. ഒരു 5 മിനിറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 5 മിനിറ്റ് വെച്ചാലും ഒരു 10 മിനിറ്റ് നേരം വെച്ചാലും നമുക്ക് ആ ഒരു എന്താ പാക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമെന്നില്ല. നമ്മൾ അപ്ലൈ ചെയ്ത അതേ ഒരു മോഡലിൽ തന്നെ ആയിരിക്കും കേട്ടോ എത്ര ടൈം വെച്ചാലും ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് നേരമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ചുളിവുകൾ, ഫേസിൽ നിന്നല്ല സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകൾ, പാടുകൾ, അതുപോലെ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. നമ്മുടെ ആ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ ഡ്രൈ സ്കിന്നുകാർക്കും അതുപോലെ തന്നെ നോർമൽ സ്കിന്നുകാർക്കും ഏറ്റവും നല്ലത്. പിന്നെ എല്ലാ സ്കിന്നിനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് പാക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.